സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് PSC ഇതിനു മുമ്പായി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ഒരു ക്വിക്ക് റിവിഷനാണ്. അടുത്ത പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും മുഴുവൻ ക്വസ്റ്റ്യൻസും നോക്കിയിരിക്കുക. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, പകൽ സമയത്ത് കാറ്റ് കടലിൽ നിന്നും കരയിലേക്ക് വീശുകയാണെങ്കിൽ അതിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, കടൽ കാറ്റ്. കടൽ കാറ്റ്. പകൽ സമയത്ത് കാറ്റ് കടലിൽ നിന്നും കരയിലേക്ക് വീശുകയാണെങ്കിൽ അതിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. എന്താണ്? കടൽ കാറ്റാണ്. സഹ്യാദ്രിയിലെ മഹാബലേശ്വരനടുത്ത് നിന്നും ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏത്? സഹ്യാദ്രിയിലെ മഹാബലേശ്വരനടുത്ത് നിന്നും ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏതാണ്? കൃഷ്ണ നദിയാണ്. കൃഷ്ണ നദി എവിടെ നിന്നുമാണ്? മഹാബലേശ്വരിൽ നിന്നും ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി കൃഷ്ണ. ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന പവിഴപ്പുറ്റുകൾ നിറഞ്ഞ താഴ്ന്ന ദ്വീപുകളുടെ പേര് എവിടെയാണ്? ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന പവിഴപ്പുറ്റുകൾ നിറഞ്ഞ താഴ്ന്ന ദ്വീപുകളുടെ പേര് അറ്റോൾ. ഓപ്ഷൻ എ, അറ്റോൾ. അരുവികൾ അപ്രത്യക്ഷമാകുന്ന സിവാലിക് കുന്നുകളുടെ അടിവാരത്തെ ഇടുങ്ങിയ മേഖല ഏത്? അരുവികൾ അപ്രത്യക്ഷമാകുന്ന സിവാലിക് കുന്നുകളുടെ അടിവാരത്തെ ഇടുങ്ങിയ മേഖല ഏത്? ഓപ്ഷൻ ബി, ഭാബർ. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഭാബർ. പശ്ചിമഘട്ടവും പൂർവഘട്ടവും കൂടിച്ചേരുന്ന ഭാഗം ഏത്? പശ്ചിമഘട്ടവും പൂർവഘട്ടവും കൂടിച്ചേരുന്ന ഭാഗമാണ് നീലഗിരി. നീലഗിരി. 2023 55-ാം ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് ആര്? 2025 55-ാം ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് മോഹൻലാലിനാണ്. മോഹൻലാൽ. അടുത്ത ചോദ്യം, നീതി ആയോഗിനെ സംബന്ധിച്ച് ശരി അല്ലാത്തത് ഏത്? നീതി ആയോഗിനെ സംബന്ധിച്ച് ശരി അല്ലാത്തത് ഏത്? 2015 ഏപ്രിൽ 1 സ്ഥാപിക്കപ്പെട്ടു. ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. ആസൂത്രണ കമ്മീഷന് പകരമായത് സഹകരണ ഫെഡറലിസം മുഖ്യ ലക്ഷ്യം. ശരി അല്ലാത്തത് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഒന്നാമത്തെ പ്രസ്താവനയാണ് ശരിയല്ലാത്തത്. ഇവിടെ 2015 ഏപ്രിൽ 1 എന്ന് പറഞ്ഞിരിക്കുന്നു. 2015 ജനുവരി 1 നീതി ആയോഗ് സ്ഥാപിക്കപ്പെട്ടത്. 2015 ജനുവരി 1. നീതി ആയോഗിന്റെ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. ശരിയാണ്. ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്നതാണ് നീതി ആയോഗ്. ശരിയാണ്. സഹകരണ ഫെഡറലിസം മുഖ്യ ലക്ഷ്യം. ശരിയാണ്. അടുത്ത ചോദ്യം, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി സ്ഥാപിതമായത് എന്ന്? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി സ്ഥാപിതമായത് എന്ന്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1988 ഏപ്രിൽ 12 1988 ഏപ്രിൽ 12 സെബി സ്ഥാപിതമായത്. 2025-26 വർഷത്തേക്കുള്ള ഇന്ത്യയുടെ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ ധനക്കമ്മി GDPയുടെ എത്ര ശതമാനമാണ്? ധനക്കമ്മി GDPയുടെ എത്ര ശതമാനമാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, 4.4%. 4.4%. ദേശീയ ഭരണഘടനാ ദിനം. ദേശീയ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ 26. നവംബർ 26 ദേശീയ ഭരണഘടനാ ദിനം. പൗരന്മാരുടെ മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി. മൗലിക ചുമതലകൾ കൂട്ടിച്ചേർത്തത് 42-ാം ഭേദഗതിയാണ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം സ്ഥിരം എല്ലാ ചോദ്യപേപ്പറിലും ചോദിച്ചു കാണുന്നതാണ്. പ്രത്യേകം നോട്ട് ചെയ്യുക. അടുത്ത ചോദ്യം, കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം
ഇന്ത്യ കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണമാണ്. ഒരു സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിച്ച ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഏത്? ഒരു സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിച്ച ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് 324 വകുപ്പ് 324. ഒരു സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിച്ച ഇന്ത്യൻ ഭരണഘടനാ വകുപ്പാണ് വകുപ്പ് 324. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ കാലാവധി എത്രയാണ്? 5 വർഷമാണ്. ഉപരാഷ്ട്രപതിയുടെ കാലാവധി 5 വർഷം. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആര്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആര്? ഓപ്ഷൻ സി 3 മാത്രം ശരി. ആരാണ്? രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ടൈഫോയിഡ് നിർണയത്തിനായിട്ട് നടത്തുന്ന ടെസ്റ്റ് ഏത്? ടൈഫോയിഡ് വൈഡൽ ടെസ്റ്റ് ആണ്. ടൈഫോയിഡ് നിർണയത്തിനായിട്ട് നടത്തുന്ന ടെസ്റ്റ് ഏതാണ്? വൈഡൽ ടെസ്റ്റ് എന്ത് നിർണയിക്കുന്നു? ടൈഫോയിഡ് നിർണയത്തിനായിട്ട് നടത്തുന്നു. രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയുള്ള ജനിതക രോഗമാണ് ഹീമോഫീലിയ ഒരു ജനിതക രോഗമാണ് എന്നത് പ്രത്യേകം നോട്ട് ചെയ്യുക. രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയുള്ള ജനിതക രോഗമാണ് ഹീമോഫീലിയ. കാർബൺ ന്യൂട്രൽ ഫാമിംഗ് രീതി നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത്? കാർബൺ ന്യൂട്രൽ കൃഷി രീതി നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ്. കാർബൺ ന്യൂട്രൽ കൃഷി രീതി നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏതാണ്? ഫീമറാണ് ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, ശരീരത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ ഏറ്റവും ചെറിയ അസ്ഥി ഏത് എന്ന് കമന്റ് ചെയ്യുക. അമിതമായി മദ്യപിക്കുന്നവരിൽ കാണപ്പെടുന്ന കരൾ സംബന്ധമായ രോഗം. കരൾ സംബന്ധമായിട്ടുള്ള രോഗമാണ് ലിവർ സിറോസിസ്. ഇത്തായി എന്ന രോഗത്തിന് കാരണമാകുന്ന ലോഹം കാഡ്മിയമാണ്. ഇത്തായി എന്ന രോഗത്തിന് കാരണമാകുന്ന ലോഹം ഏതാണ്? കാഡ്മിയമാണ്. മരുഭൂമിയിലെ മരീചിക അല്ലെങ്കിൽ മിറാഷ് രൂപപ്പെടുന്നത് എങ്ങനെയാണ്? മരുഭൂമിയിലെ മരീചിക രൂപപ്പെടുന്നത് ഓപ്ഷൻ ബി ആണ്. ചൂടുള്ള വായുപാളികളിൽ പൂർണ്ണാന്തരിക പ്രതിഫലനം നടക്കുന്നതിനാലാണ് മരീചിക രൂപപ്പെടുന്നത്. ചൂടുള്ള വായുപാളികളിൽ പൂർണ്ണാന്തരിക പ്രതിഫലനം നടക്കുന്നതിനാലാണ് മരീചിക രൂപപ്പെടുന്നത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റുകളിൽ ഏതാണ് ISRO 2025 മെയ്യിൽ വിക്ഷേപിച്ചത്? ISRO 2025 മെയ്യിൽ വിക്ഷേപിച്ച എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ഏത്? EOS 09 ആണ്. EOS 09 എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് വിക്ഷേപിച്ചത് 2025 മെയ്യിലാണ്. അടുത്ത ചോദ്യം, കാർബണിന്റെ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾ ഏതെല്ലാം എന്നാണ്? കാർബണിന്റെ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾ ഏതെല്ലാമാണ്? ഇവിടെ തന്നിരിക്കുന്നു ഗ്രാഫൈറ്റ്, ചാർക്കോൾ, കോക്ക്, ഫുള്ളറിൻ. ഇതിൽ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1 ഉം 4 ആണ്. 1 ഉം 4 ഗ്രാഫൈറ്റും ഫുള്ളറിനുമാണ്. ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾ. ഒരു ആസിഡ് ലോഹവുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകം ഏത്? ആസിഡ്
ലോഹവുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ. യുനെസ്കോയുടെ നേതൃത്വത്തിൽ ഐക്യരാഷ്ട്രസഭ ഏത് വർഷത്തെ അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷമായിട്ട് ആചരിക്കുന്നു? അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷം ആയിട്ട് ആചരിക്കുന്നത് 2025. മലയാളത്തിൽ ആദ്യമായി ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം മലയാളത്തിൽ ആദ്യമായിട്ട് ലഭിച്ചത് ആർക്കാണ്? അടൂർ ഗോപാലകൃഷ്ണനാണ് മലയാളത്തിൽ ആദ്യമായിട്ട് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത്. അടൂർ ഗോപാലകൃഷ്ണൻ. ആരുടെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്? ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത് മേജർ ധ്യാൻ ചന്ദിന്റെ ജന്മദിനമാണ്. മേജർ ധ്യാൻ ചന്ദിന്റെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. ധ്യാൻ ചന്ദിന്റെ ജന്മദിനമായ ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. ഓഗസ്റ്റ്. പ്രച്ഛന്നബുദ്ധൻ എന്നറിയപ്പെടുന്നത് ആര്? ശങ്കരാചാര്യരാണ്. ശ്രീ ശങ്കരാചാര്യരാണ് പ്രച്ഛന്നബുദ്ധൻ എന്ന് അറിയപ്പെടുന്നത്. നവജാത ശിശുക്കളുടെ കേൾവി വൈകല്യം കണ്ടുപിടിച്ച് സൗജന്യ ചികിത്സ നൽകുന്നതിനായി കേരള സാമൂഹിക മിഷനും കേരള ആരോഗ്യ മിഷനും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതി ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. കാതോരം. താഴെ പറയുന്നവയിൽ ഹരിതഗൃഹവാതകമല്ലാത്തത് ഏത്? തന്നിരിക്കുന്നു കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, ക്ലോറോഫ്ലൂറോ കാർബൺ, നൈട്രസ് ഓക്സൈഡ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. നൈട്രസ് ആസിഡ് ആണ് ഹരിതഗൃഹവാതകം അല്ലാത്തത്. നൈട്രസ് ആസിഡ്. താഴെ തന്നിരിക്കുന്നതിൽ ഏത് ഉപകരണത്തിലാണ് വൈദ്യുതോർജം യാന്ത്രികോർജമായിട്ട് മാറുന്നത്? വൈദ്യുതോർജം എന്തായി മാറുന്നു? യാന്ത്രികോർജമായിട്ട് മാറുന്നത് ഏത് ഉപകരണത്തിൽ ആണ്? വൈദ്യുത ഫാനിലാണ്. വൈദ്യുത ഫാൻ. താഴെ തന്നിരിക്കുന്ന രണ്ട് പ്രസ്താവനകളെ സംബന്ധിച്ച് ശരിയായ ഓപ്ഷൻ ഏത്? ഭൗമോപരിതലത്തിൽ എല്ലായിടത്തും ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം ഒരുപോലെയാണ്. ഒരു വസ്തുവിന്റെ ഭാരം ഭൂമധ്യരേഖ പ്രദേശത്തുള്ളതിനേക്കാൾ കൂടുതലാണ് ധ്രുവ പ്രദേശത്ത്. ശരിയായ ഓപ്ഷൻ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1 തെറ്റും 2 ശരിയുമാണ്. ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്, രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ്. ഒരു വസ്തുവിന്റെ ഭാരം ഭൂമധ്യരേഖ പ്രദേശത്ത് ഉള്ളതിനേക്കാൾ കൂടുതൽ ആണ് ധ്രുവ പ്രദേശത്ത്. ഫുട്ബോളിന്റെ ആകൃതിയിലുള്ള കാർബണിന്റെ ഒരു രൂപാന്തരം. രൂപാന്തരമാണ് ഫുള്ളറി. ഓപ്ഷൻ സി ഫുള്ളറി. താഴെ തന്നിരിക്കുന്ന അയിരുകളിൽ ഒരു സൾഫൈഡ് അയിരിന് ഉദാഹരണം ഏത്? സിങ്ക് ബ്ലെൻഡ് ആണ്. സിങ്ക് ബ്ലെൻഡ്. വിവേകോദയം മാസികയുടെ സ്ഥാപകൻ കുമാരനാശാൻ. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏകവിദേശ രാജ്യം ഏത്? ശ്രീലങ്ക. എൻ്റെ ജീവിത സ്മരണകൾ എന്ന ആത്മകഥ എഴുതിയ സാമൂഹ്യ പരിഷ്കർത്താവ്. എൻ്റെ ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയുടെ പേരാണ് എൻ്റെ ജീവിത സ്മരണകൾ. 1896 ഈഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്ത വ്യക്തി. 1896 ഈഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് ഡോക്ടർ പൽപ്പു ആണ്.
വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏത്? വൈകുണ്ഠസ്വാമികളുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവന. അയ്യാവഴി എന്ന മതം വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ചിരുന്നു. തിരുവിതാംകൂർ ഭരണത്തെ വെണ്ണീജഭരണം, നീചഭരണം എന്ന് വിശേഷിപ്പിച്ചു. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി. വൈകുണ്ഠസ്വാമികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവനകൾ ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇവ എല്ലാം 3 പ്രസ്താവനകളും ശരിയാണ്. അയ്യാവഴി എന്ന മതം വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ചിരുന്നു, ശരിയാണ്. തിരുവിതാംകൂർ ഭരണത്തെ നീചഭരണം എന്ന് വിശേഷിപ്പിച്ചു, ശരിയാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി, ശരിയാണ്. അയ്യങ്കാളിയെ ഗാന്ധിജി സന്ദർശിച്ച വർഷം. അയ്യങ്കാളിയെ ഗാന്ധിജി സന്ദർശിച്ചത് 1937 1937 അയ്യങ്കാളിയെ ഗാന്ധിജി സന്ദർശിച്ചത്. ഓരോ പള്ളിയോടൊപ്പം ഓരോ സ്കൂൾ എന്ന സമ്പ്രദായം കൊണ്ടുവന്നത്. ഓരോ പള്ളിയോടൊപ്പം ഓരോ സ്കൂൾ എന്ന സമ്പ്രദായം കൊണ്ടുവന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയതാര്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം VT ഭട്ടതിരിപ്പാടിൻ്റെതാണ്. VT ഭട്ടതിരിപ്പാട്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പ്രസിദ്ധീകരണം. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പ്രസിദ്ധീകരണം തന്നിരിക്കുന്നു. ഐക്യ മുസ്ലിം സംഘം, സ്വദേശാഭിമാനി പത്രം, ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇവ എല്ലാം ആരുടേതാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പ്രസിദ്ധീകരണങ്ങളാണ്. ഐക്യ മുസ്ലിം സംഘം, സ്വദേശാഭിമാനി പത്രം, ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം. താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം? അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം. ഉത്തരം പരിസ്ഥിതി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. പരിസ്ഥിതി. അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം പരിസ്ഥിതി. എവിടെയാണ് 1857 കലാപം ആരംഭിച്ചത്? 1857 കലാപം ആരംഭിച്ചത് എവിടെയാണ്? മീററ്റിലാണ് കലാപം ആരംഭിച്ചത്. മീററ്റ്. എന്നാണ് ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ആചരിക്കുന്നത്? ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഫെബ്രുവരി 28. ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28. ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. ആനമുടി. താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകം അല്ലാത്തത് ഏത്? ശുദ്ധജല തടാകം അല്ലാത്തത് ഏതാണ്? സാമ്പാർ തടാകമാണ് ശുദ്ധജല തടാകം അല്ലാത്തത്. സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് നർമ്മദ നദിയിലാണ്. നർമ്മദ നദിയിലാണ് സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. നർമ്മദ നദി. താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിൽ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏത്? ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇരുമ്പുരുക്ക് നിർമ്മാണശാല റൂർക്കേലയാണ്. ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിൽ ഇരുമ്പുരുക്ക് നിർമ്മാണശാല റൂർക്കേല. കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കോർബ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഛത്തീസ്ഗഡ് ആണ്. ഛത്തീസ്ഗഡ്. കോർബ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഛത്തീസ്ഗഡ്. ദേശീയ ജലപാത 2 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ദേശീയ ജലപാത 2 ബന്ധിപ്പിക്കുന്നത് സാദിയയും ദുബ്രിയയുമാണ്. സാദിയ ദുബ്രിയയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ദേശീയ ജലപാത 2 സാദിയ ദുബ്രി. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം ഹൈദരാബാദാണ്. ഹൈദരാബാദാണ് നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം. ഹൈദരാബാദ്.
നറോറ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. നറോറ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശാണ്. നറോറ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചത്? ജനഗണമന രചിച്ചത് ബംഗാളി ഭാഷയിലാണ്. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചത്? ബംഗാളി ഭാഷയിലാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നും എടുത്താണ്? ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നും എടുത്തതാണ്. ആനന്ദമഠം. അടുത്ത ചോദ്യം, ഇന്ത്യൻ പൗരന്റെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏത്? മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഭരണഘടനയാണ്. മൗലികാവകാശങ്ങളിൽ മാറ്റം വരുത്തുവാൻ ഭരണഘടന ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഗവൺമെന്റിന്റെ ഒരു ഘടകവും മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. മൗലിക അവകാശങ്ങൾ ന്യായവാദാർഹമല്ല. തെറ്റേത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നത് ഭരണഘടനയാണ്, ശരിയാണ്. മൗലികാവകാശങ്ങളിൽ മാറ്റം വരുത്താൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ, ശരിയാണ്. ഗവൺമെന്റിന്റെ ഒരു ഘടകവും മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല എന്നിവയെല്ലാം ശരിയാണ്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏത്? വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 2005. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ്? മൗലിക കടമകൾ ഏത് രാജ്യത്തു നിന്നും എടുത്തതാണ്? സോവിയറ്റ് യൂണിയനിൽ നിന്നുമാണ്. സോവിയറ്റ് യൂണിയൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയം എന്ന് വിശേഷിപ്പിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 32. ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതെല്ലാം? ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ആന, കാള, സിംഹം, കുതിര. ആന, കാള, സിംഹം, കുതിര. അടുത്ത ചോദ്യം, കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏത്? കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏത്? സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വത്തവകാശം, മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഉൾപ്പെടാത്തത് ഏതാണ്? സ്വത്തവകാശമാണ്. ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായിട്ട് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്ന്? ത്രിവർണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായിട്ട് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 1947 ജൂലൈ 22 1947 ജൂലൈ 22. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് സമ്പാദ് കൗമുദി. സമ്പാദ് കൗമുദി. 1907 ജർമ്മനിയിലെ സ്റ്റഡ്ഗട്ടിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ ഡേ സമ്മേളനത്തിൽ ത്രിവർണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിത ആര്? മാഡം ബിക്കാജി കാമയാണ്. വർഷം 1907 എവിടെയാണ്? ജർമ്മനിയിലെ സ്റ്റഡ്ഗട്ടിലാണ്. മാഡം ബിക്കാജി കാമ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചതാരാണ്? കുമാരഗുരുദേവനാണ്. കുമാരഗുരുദേവൻ. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ച സിദ്ധാന്തത്തിലൂടെ സമർത്ഥിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ ആര്? ദാദാബായ് നവറോജിയാണ്. ദാദാബായ് നവറോജി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ പ്രഭു. മൗണ്ട് ബാറ്റൻ പ്രഭു. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ്? തിരുവിതാംകൂർ സർവകലാശാലയാണ് കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല തിരുവിതാംകൂർ സർവകലാശാല. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള ഗാന്ധി കെ കേളപ്പനാണ്. കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് കെ കേളപ്പൻ. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹ്യ പരിഷ്കർത്താവ്. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം.
ഓപ്ഷൻ സി ആണ് ഉത്തരം. ചട്ടമ്പി സ്വാമികളാണ്. ഏതൊക്കെയാണ്? വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവാര്? ചട്ടമ്പി സ്വാമികൾ. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഇടനാടാണ്. ഇടനാടാണ് 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിൽ വരുന്നത്. 75 മീറ്ററിൽ കൂടുതൽ വരുമ്പോൾ ഏതാണ് വരുന്നത്? മലനാടാണ്. 75 മീറ്ററിൽ താഴെ വരുന്നു തീരപ്രദേശം. അടുത്തത്, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട തടാകമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട തടാകമാണ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏത്? ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നു വേമ്പനാട്ടുകായൽ. വേമ്പനാട്ടുകായൽ. ലോകമാന്യ എന്ന ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി? ലോകമാന്യ ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലക്. സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ? സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായിട്ട് നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. രാധാകൃഷ്ണൻ കമ്മീഷൻ. കേരളത്തിൻ്റെ ദേശീയോത്സവം ഏതാണ്? ഓണമാണ് കേരളത്തിൻ്റെ ദേശീയോത്സവം. ഓണം. വടക്കു കിഴക്കൻ മൺസൂൺ കാലം കേരളത്തിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? വടക്കു കിഴക്കൻ മൺസൂൺ കാലം കേരളത്തിൽ അറിയപ്പെടുന്നത് തുലാവർഷം എന്നാണ്. തുലാവർഷം എന്നറിയപ്പെടുന്നത് വടക്കു കിഴക്കൻ മൺസൂൺ കാലമാണ്. വടക്കു കിഴക്കൻ മൺസൂൺ കാലം. വരിക വരിക സഹചരെ വലിയ സഹന സമരമായി ഈ സ്വാതന്ത്ര്യ സമരഗാനത്തിൻ്റെ രചയിതാവ് ആര്? അംശി നാരായണ പിള്ളയാണ്. വരിക വരിക സഹചരെ വലിയ സഹന സമരമായി ഈ സ്വാതന്ത്ര്യ സമരഗാനത്തിൻ്റെ രചയിതാവ് അംശി നാരായണ പിള്ള. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ ജില്ല. ഏറ്റവും വലിയ ജില്ല ഏത് എന്ന് ചോദിച്ചാൽ ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ഏറ്റവും വലുത്, ആലപ്പുഴ ഏറ്റവും ചെറുത്. ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല്? ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏത്? കോമ്പല്ലാണ്. കോമ്പല്ല്. ലിംഗാധിഷ്ഠിത ആക്രമ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത്? ഭൂമിക. പദ്ധതിയുടെ പേര് ഭൂമിക. സ്കർവി ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്കർവി വിറ്റാമിൻ സി ആണ്. വിറ്റാമിൻ സിയുടെ ഡെഫിഷ്യൻസി രോഗമാണ് സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏത് എന്ന് ചോദിച്ചാൽ സ്കർവിയാണ്. രക്തത്തിലെ ദ്രാവക ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? രക്തത്തിലെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ. രക്തത്തിലെ ദ്രാവക ഭാഗം പ്ലാസ്മ. താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം? ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്നത് ആന്തോസയനിനാണ്. ആന്തോസയനിനാണ് ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്നത്. ആന്തോസയനിൻ. എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന ജനിതക മാറ്റം വരുത്തിയ ബാക്ടീരിയയെ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആര്? സൂപ്പർ ബഗ് വികസിപ്പിച്ചതാരാണ്? ആനന്ദ് മോഹൻ ചക്രവർത്തിയാണ്. ആനന്ദ് മോഹൻ ചക്രവർത്തി. സൂപ്പർ ബഗുകൾ എന്നത് എന്താണ്? ബാക്ടീരിയയാണ്. എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള ബാക്ടീരിയകളാണ് സൂപ്പർ ബഗുകൾ എന്നറിയപ്പെടുന്ന ബാക്ടീരിയ. ഇവയെ വികസിപ്പിച്ചത് ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആനന്ദ് മോഹൻ ചക്രവർത്തിയാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. കാസർഗോഡാണ് തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, സൈലന്റ് വാലി വന്യജീവി സങ്കേതം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം? സൈലന്റ് വാലി വന്യജീവി സങ്കേതം ദേശീയോദ്യാനമായത് 1984. 1984.
അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രണ മാർഗം ഏത്? അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്, ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. റയർ എർത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങൾ ഏവ? റയർ എർത്ത് മൂലകങ്ങൾ ഏതാണ്? ലാന്തനോയിഡുകളാണ് റയർ എർത്ത് മൂലകങ്ങൾ. ഘനജലത്തിന്റെ രാസസൂത്രം? ഘനജലം D2O ആണ്. ഘനജലത്തിന്റെ രാസസൂത്രം D2O. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. താഴെ തന്നിരിക്കുന്നതിൽ പാരമ്പര്യ ഊർജ സ്രോതസ്സാണ് മണ്ണെണ്ണ. ഇന്ത്യയുടെ ചൊവ്വ ദൗത്യം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ചൊവ്വ ദൗത്യമാണ് മംഗൾയാൻ. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേര് അപവർത്തനം എന്നാണ്. അപവർത്തനം. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് എന്ത് സംഭവിക്കുന്നു? വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസമാണ് അപവർത്തനം. അവസാനത്തെ ചോദ്യം, ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം. ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.